ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആഗമനകാലം 3-ാം ഞായർ, ലൂക്കാസ് സുവിശേഷം 3-ാം അധ്യായം 10 മുതൽ 18 വരെ വാക്യങ്ങൾ നാം ശ്രവിക്കുകയാണ്. അതിൻ്റെ ഒരു ലഘുവ്യാഖ്യാനം ഇവിടെ നൽകുന്നു. യേശുവിൻ്റെ കാലഘട്ടത്തിന് തുടക്കം കുറിക്കാൻ സ്നാപക യോഹന്നാനിലൂടെ ലൂക്ക വേദിയൊരുക്കുന്ന രംഗത്തുള്ള ഒരു വചനഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. അനുതാപത്തിലേക്ക് തൻ്റെ ശ്രോതാക്കളെ ക്ഷണിച്ച ശേഷം കഴിഞ്ഞ ഞായറാഴ്ച 3-ാം അധ്യായം 1 മുതൽ 6 വരെ സ്നാപക യോഹന്നാൻ തൻ്റെ പ്രഭാഷണം തുടരുകയാണ്. അനുതാപത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ തൻ്റെ തുടർ പ്രഭാഷണത്തിൽ സ്നാപകൻ എല്ലാ വിഭാഗം ജനങ്ങളോടും ആവശ്യപ്പെടുകയായിരുന്നു. യോഹന്നാന്റെ അഭ്യർത്ഥനയോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ആഗ്രഹിക്കുന്ന ജനം അനുതാപമെന്ന അടിയന്തര ആവശ്യത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നു. 3 വിഭാഗം ആളുകളാണ് ഈ ചോദ്യം യോഹന്നാനോട് ആവർത്തിക്കുന്നത്. 1 ജനക്കൂട്ടം, 2 ചുങ്കക്കാർ, 3 പടയാളികൾ. യോഹന്നാൻ അവർക്ക് നൽകുന്ന മറുപടിയിൽ ചിലരോട് ചില കാര്യങ്ങൾ ചെയ്യണമെന്നും മറ്റു ചിലരോട് ചില കാര്യങ്ങൾ അരുതെന്നും കൽപ്പിക്കുന്നു. യോഹന്നാൻ ആവശ്യപ്പെടുന്ന ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ധാർമ്മിക മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ജനക്കൂട്ടത്തോട് വസ്ത്രവും ഭക്ഷണവും പങ്കുവയ്ക്കുവാൻ യോഹന്നാൻ ആഹ്വാനം ചെയ്യുന്നു. അനുതാപത്തിൻ്റെ പരമ്പരാഗത പരിശീലനങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു മൂല്യബോധമാണ് ഈ ആഹ്വാനത്തിലുള്ളത്. ചാക്കുടുത്തും ചാരം പൂശിയും കാഴ്ച അർപ്പിച്ചും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന അനുതാപത്തിൻ്റെ പരമ്പരാഗത അഭ്യാസങ്ങളിൽ നിന്ന് മാറി തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന കൽപ്പനയുടെ വിപ്ലവാത്മകമായ മാറ്റമാണ് അനുതാപമെന്ന് യോഹന്നാൻ പഠിപ്പിക്കുന്നു. ഇല്ലായ്മ അനുഭവിക്കുന്നവരോടുള്ള പരിഗണനയും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഉള്ളത് പങ്കുവയ്ക്കുന്നതുമാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം എന്ന തത്വം യോഹന്നാൻ സ്പഷ്ടമാക്കുകയാണ്. ചുങ്കക്കാരോടും പടയാളികളോടുമാണ് ചെയ്യരുതാത്തത് എന്തൊക്കെയാണെന്ന് കൽപ്പിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി ചുങ്കം പിരിക്കുന്നവരോട് തങ്ങളോട് നിഷ്കർഷിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഈടാക്കരുതെന്ന് യോഹന്നാൻ ആവശ്യപ്പെടുന്നു. ഭൂനികുതി, തലവരി തുടങ്ങിയ പ്രത്യക്ഷ നികുതികളും കടത്തു നികുതി, തീരുവ, ഇറക്കുമതി ചുങ്കം തുടങ്ങിയ പരോക്ഷ നികുതികളും അക്കാലത്ത് ജനങ്ങളിൽ നിന്ന് റോമാക്കാർ അവർ നിയോഗിച്ച ചുങ്കക്കാരിലൂടെ കർശനമായി പിരിച്ചെടുത്തിരുന്നു. ഇവയിൽ പരോക്ഷ നികുതികൾ, പ്രത്യേകിച്ച് കടത്തു നികുതി, ചുങ്കക്കാർ റോമാ സാമ്രാജ്യത്തിന് മുൻകൂട്ടി ഒടുക്കിയിരുന്നു. തുടർന്ന് അവ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതിൽ അനിയന്ത്രിതമായ അഴിമതിക്കും അമിത നികുതിക്കും അവസരമൊരുക്കിയിരുന്നു. ഇപ്രകാരം ചുങ്കം പിരിച്ചിരുന്ന ഒരാളായിരുന്നു സക്കേവൂസ്. 19:1 മുതൽ 10 വരെ കാണുക. ഇപ്രകാരം വർത്തിച്ചിരുന്നവരോടാണ് തങ്ങൾക്ക് അവകാശപ്പെട്ടതിലുപരിയായി വാങ്ങരുതെന്ന് സ്നാപക യോഹന്നാൻ കൽപ്പിക്കുന്നത്. പ്രസ്തുത കൽപ്പനയുടെ സാരാംശം ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ നീതിബോധമാണ്. ഈ നീതിബോധത്തിൽ നിന്നുളവായ മാനസാന്തരമാണ് സക്കേവൂസിൽ പ്രകടമായത്. ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് യോഹന്നാൻ കൽപ്പിക്കുന്ന പടയാളികൾ റോമൻ ഭരണകൂടത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന തദ്ദേശവാസികളാണ്. ഇക്കൂട്ടരുടെ പ്രധാന കർത്തവ്യം ചുങ്കം പിരിക്കുന്നവരെ സംരക്ഷിക്കുക എന്നതായിരുന്നു. ഭീഷണിപ്പെടുത്തിയും വ്യാജമായി കുറ്റം ആരോപിച്ചും പടയാളികൾ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നു.
ചുങ്കക്കാർ ഈടാക്കിയിരുന്ന അമിത നികുതിയിലെ ഒരു പങ്ക് ഈ പടയാളികളും കൈപ്പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ പടയാളികളെയും വെറുത്തിരുന്നു. സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന പ്രവൃത്തിയിൽ നിന്നും, ഭീഷണി, വ്യാജ കുറ്റാരോപണം എന്നിവയിൽ നിന്നും പിന്തിരിഞ്ഞ് ലഭ്യമായ വേതനത്തിൽ ജീവിതം ക്രമപ്പെടുത്തുവാനുള്ള മൂല്യബോധം പടയാളികൾക്കുണ്ടാകണമെന്നാണ് സാരം. യോഹന്നാൻ 3 കൂട്ടർക്ക് നൽകിയ മറുപടിയിൽ നിന്നും അവർ പ്രതീക്ഷിച്ചിരുന്ന ക്രിസ്തു ഇവൻ തന്നെയാണെന്ന് അവർ കരുതുന്നു. എന്നാൽ താൻ ആരെന്നും തൻ്റെ ദൗത്യം എന്തെന്നും യോഹന്നാൻ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി വരാനിരിക്കുന്ന ക്രിസ്തു തന്നേക്കാൾ ശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരുത്തുകയാണ്. താൻ നൽകുന്ന സ്നാനവും ക്രിസ്തു നൽകുന്ന സ്നാനവും വ്യത്യസ്തമാണെന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് യോഹന്നാൻ ഇതിന് മുതിരുന്നത്. താൻ നൽകുന്ന സ്നാനം ജലത്താലാണെങ്കിൽ യേശു നൽകുന്ന സ്നാനം പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമാണെന്ന് യോഹന്നാൻ വേർതിരിക്കുന്നുണ്ട്. യേശു നൽകുന്ന സ്നാനം സമൂഹത്തിൽ ശുദ്ധീകരണവും നവീകരണവും ഉണ്ടാക്കുമെന്ന സൂചന ഇതിലൂടെ യോഹന്നാൻ നൽകുകയാണ്. രണ്ടാമതായി, യേശുവിന് വേണ്ടി ഏറ്റവും എളിയ പ്രവൃത്തി ചെയ്യാൻ പോലും താൻ യോഗ്യനല്ലെന്ന് യോഹന്നാൻ പറയുന്നു. കാരണം യേശുവുമായി തുലനം ചെയ്യുമ്പോൾ യജമാനന്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ നിയുക്തനാവുന്ന അടിമയുടേതിനേക്കാൾ താണതാണ് തൻ്റെ സ്ഥാനം. മൂന്നാമതായി, താനല്ല, യേശുവാണ് അവസാന കാലത്ത് അന്തിമ വിധി പറയുന്ന ന്യായാധിപൻ. സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അന്തിമമായി വേർതിരിക്കുമെന്ന് കാണിക്കാനാണ് വീശുമുറം എന്ന പ്രതീകം ഉപയോഗിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, യോഹന്നാൻ വിഭാവനം ചെയ്യുന്ന മാനസാന്തരത്തിൻ്റെ ഫലം മാനുഷിക ബന്ധത്തിൻ്റെ ഊഷ്മളതയാണ്. അതിൽ ബാഹ്യ പ്രകടനങ്ങളായ ചാക്കുവസ്ത്രം ധരിക്കലോ ചാരം പൂശലോ ഒന്നുമില്ല. എന്നാൽ അയൽക്കാരനോടുള്ള സ്നേഹവും ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജീവിതക്രമവുമാണ് മാനസാന്തരത്തിൻ്റെ സദ്ഫലങ്ങൾ. ഈ ഫലങ്ങളിലൂടെ മാനവരാശി കൈവരിക്കുന്ന ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജീവിതക്രമവുമാണ് മാനസാന്തരത്തിൻ്റെ സത്ഫലങ്ങൾ. സഹോദര സ്നേഹത്തിലൂടെയും ധർമ്മനിഷ്ഠയുള്ള ജീവിതത്തിലൂടെയും ശരിയായ ആനന്ദം കണ്ടെത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിനായി നാം ക്ഷണിക്കപ്പെടുകയാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.